കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതവും എങ്ങനെ മാനേജ് ചെയ്യുന്നു? ചോദ്യം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം ആലിപ്പറ്റ ജമീലയോടാണ്. വണ്ടൂർ പൂക്കളം GLP സ്കൂളിൽ തുടരുന്ന വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമസ്വരാജിലാണ് വിദ്യാർത്ഥിനികൾ ജനപ്രതിനിധികളുമായി സംവദിച്ചത്. അധികാരമേറ്റതു മുതൽ തന്റെ ഡിവിഷനായ വണ്ടൂരിൽ സജീവമാവുകയാണ് ആലിപ്പറ്റ ജമീല. 6 മണിയോടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പൂക്കുളം GLPSൽ എത്തിയത്. കൂടെയുണ്ടായിരുന്ന വാർഡ് അംഗം C ബൈജുവും വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾ നേരിട്ടു. കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതവും എങ്ങനെയാണ് ഒപ്പം മാനേജ് ചെയ്യുന്നത്? ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതം. അതാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഞാനിവിടെ ആൺകുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി പറയാം. ഒരു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുപക്ഷെ 3ഉം 4ഉം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ഒരു കഴിവ് അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. പുരുഷന്മാർക്ക് കഴിവില്ല എന്നല്ല ഞാൻ പറയുന്നത്, കഴിവുകളുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു 4 മണിക്ക് എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ എനിക്കൊക്കെ പലപ്പോഴും 7 മണിക്കും 8 മണിക്കും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. നമ്മൾ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ രാത്രി ചിലപ്പോൾ 10 മണി 12 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. അത് കഴിഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യനിഷ്ഠതയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കുടുംബജീവിതവും പൊതുപ്രവർത്തനവും ഒന്നും നമുക്ക് ഒരു പ്രശ്നമായി മാറില്ല. പക്ഷെ നമുക്ക് ഒരു സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും ഒക്കെ ജീവിതത്തിൽ വേണം. അത് നിർബന്ധമാണ്. രാഷ്ട്രീയവും ജീവിതവുമായി ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങൾക്കാണ് ജില്ലാ പഞ്ചായത്ത് അംഗം മറുപടി പറഞ്ഞത്. ക്യാമ്പ് ആവേശകരമായതായി ആലിപ്പറ്റ ജമീല പറഞ്ഞു. വണ്ടൂർ ഗേൾസ് സ്കൂളിലെ കുട്ടികളുടെ NSS ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 ദിവസം മുമ്പ് ഈ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ഈ ക്യാമ്പ് സന്ദർശിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത് ഈ NSS ക്യാമ്പ് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു മോട്ടിവേഷൻ ആണ്. ഇവിടെ കുട്ടികളൊക്കെ തന്നെ നല്ല ആക്റ്റീവായി നല്ല ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലും ഈ ക്യാമ്പ് നല്ലൊരു മുതൽക്കൂട്ടാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്താനും ആർജവത്തോടു കൂടി പ്രവർത്തിക്കാനും കുട്ടികൾക്ക് കഴിയുന്ന ഒരു ക്യാമ്പാണ്. ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും വളരെയധികം ഉത്സാഹത്തോടു കൂടി ഈ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെയധികം നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ജമീല തന്നെയായിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. HSS പ്രോഗ്രാം ഓഫീസർ സ്റ്റെഫി പൂക്കോടൻ, അധ്യാപകരായ N അഭിലാഷ്, ഹരീഷ് ബാബു, B മനോജ്, ഡോക്ടർ അബ്ദുൽ വഹാബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത്. ഡോക്ടർ അബ്ദുൽ വഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.